ആട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ പൂർണ്ണ വിശുദ്ധര തീർന്നവർ യേശുവിൻ തങ്കരുദീരത്തിൻ ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേ വെണ്ണീലയങ്കീധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനുമാക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച ആനന്ദിപ്പാ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധോ ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദക്കൂട്ടരെ കാണും നല്ലോ. ആ
ഭാഗ്യമുള്ള ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേരുബീകൾ കൂടാരത്തിനകത്തുണ്ട്, ശേഖയ്യായുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെന്തപ്പമുണ്ട്, പ്രകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവരത്രേ എന്നും എന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ, സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, നഷ്ടമോർക്കുന്നില്ല, എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. മൺമയമാം ഈ ഉലകിൽ കാൺമതും മായ, വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതും മായ, വന്മഹിമാ
മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസ്സതു നീനച്ചാൽ മാത്രം നീളുമായുസ്സതു നീനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ.
വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്നേ കഥ പോലെ വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്നേ കഥ പോലെ ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ആയുസ്സെൺപതു വർഷമാകിലും ആയതിൻ ബലം ഖേദം ആയുസ്സെൺപതു വർഷമാകിലും ആയതിൻ ബലം ഖേദം ആണ്ടായിരമൊരു ദിവസമായിട്ടേ ആണ്ടവൻ കണക്കാക്കൂ ആണ്ടായിരം ഒരു ദിവസമായിട്ടേ ആണ്ടവൻ കണക്കാക്കൂ ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ മണ്ണാൽ മനയപ്പെട്ട നൽമേനി മണ്ണായി അഴിയും കുഴിയിൽ മണ്ണാൽ മനയപ്പെട്ട നൽമേനി മണ്ണായി അഴിയും കുഴിയിൽ ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോം വേഗം ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോം വേഗം ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ഒന്നും നാമീഹെ കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും ഒന്നും നാമീഹെ കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും സമ്പാദിച്ചതു പിന്നിൽ തള്ളണം നമ്പി കൂടല്ലോ ലോകം സമ്പാദിച്ചതു പിന്നിൽ തള്ളണം നമ്പി കൂടല്ലോ ലോകം
ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ശോഭയേറും ഓർ നാടുണ്ട്
നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഏകം രോദനമങ്ങില്ലയോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗദാതരുടെ സ്നേഹദാനത്തിനും വാഴ്ത്തുനാം വീഴ്ചയെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭയേറും ഓർ നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി. Pero mogam കാണാൻ കൊതിച്ചവരുള്ള സവോടിത തങ്ക പേരു mogam കാണാൻ കൊതിച്ചവരുള്ള സമോടിത നോക്കിരമ്മോ ആശ്വാസമേ എനിക്കേറെ സകൻ ഞാൻ നോക്കി ആശ്വാസമേ എനിക്കേറെ സകൻ ഞാൻ ദൈവനാമത്തിന് മതിക്കുണ്ടാക്കുന്ന നമ്മളെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സാഹചര്യങ്ങളാണ്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആയതുകൊണ്ട് അനുശോചന സന്ദേശങ്ങൾ ഇന്നും തന്നെ ഈ ഭവനത്തിലൊക്കെ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം ഇത് ഓർപ്പിക്കുന്നു. എന്നാൽ ഈ ഭവനത്തിനെ പ്രതികരിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ നൽകി തന്നിരിക്കുന്ന ചില ബന്ധപ്പെട്ടവരുണ്ട്. അവരുടെ പേര് വായിക്കുന്ന സമയത്ത് അവർ ചില വാക്കുകൾ നമ്മളെ നിശ്ചിതമായിട്ട് ഓർപ്പിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭമായിട്ട് ഈ ഭവനത്തിലേക്കുള്ള രാജു മാനച്ചാൻ്റെ പ്രിയവത്സരങ്ങളുടെ ഭവനത്തെ പ്രതികരിച്ചു. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ പ്രിയ പങ്കിരിക്കുന്ന ശ്രമിച്ചു ചില പ്രവർത്തിക്കും. ജീവൻ നൽകൂ
നിത്യാജീവൻ നൽകും കർത്താവിനോട് കൂടെ നിത്യവാസമാകും കർത്താവിനോട് കൂടെ നിത്യവാസമാകും എൻ പ്രിയൻ പാർത്തിടം മനോഹരാമന്യം എൻ പ്രിയൻ പാർത്തിടം മനോഹരാമന്യം മുതുകളാൽ നിർമ്മീലമാം 12 ഗോപുരം മുതുകളാൽ നിർമ്മീലമാം 12 ഗോപുരം കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാനെന്നു ചേരുമോ എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാനെന്നു ചേരുമോ. നിങ്ങളുടെ വാത്സല്യ രാജുവിനെ 63 വർഷം ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ സേവിച്ച് ശുശ്രൂഷിച്ച് തന്റെ ജീവിതത്തിലായിരിക്കാൻ വേണ്ടി തനിക്ക് കൃപ നൽകി. എൻ്റെ പ്രിയ സഹോദരി പ്രിയ വത്സനയിൽ ഭാരതത്തിൽ കൊണ്ടിരുന്ന കാലങ്ങളിൽ നമുക്ക് ഏറ്റവും വളരെ സന്തോഷത്തോടും സമാധാനത്തോടുമൊക്കെ ഇടപെടുവാൻ കർത്താവിനൊക്കെ ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും അമേരിക്കയിലായിരിക്കും വരുവാൻ യാതൊരു നിർവാഹമില്ലാതെ പാസ്റ്റർ ബിനോയ് ജോൺ, പാസ്റ്റർ തോമസ് ജോർജ്, പാസ്റ്റർ മോൻസി ഒരു 3 പേരോടെ ആയിരിക്കും. മറ്റ് നിങ്ങളെങ്കിലും ആർക്കും വരുവാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവ് എല്ലാവരും സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കിടക്കുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇരിക്കാല തെക്കത്തിൻ്റെയും കുടുംബത്തിൻ്റെ എല്ലാവിധമായ അനുശോചനവും അപ്പോൾ അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ വത്സനാമിൻ്റെ അമ്മയിലും കുടുംബത്തെ പ്രധാനം ചെയ്ത് ചോദിച്ചു. പറഞ്ഞതുപോലെ തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം താൻ പോയി നിങ്ങൾക്ക് നമുക്ക് വൈദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയ രാജുവിന് കർത്താവ് ഏൽപ്പിച്ചതായ ശുശ്രൂഷ തികച്ച ശേഷം ശാരീരമായ ക്ലേശത്തിലായിരുന്നുവെങ്കിലും പിടിച്ചിരിക്കുന്ന പിടിച്ചതായ പ്രത്യാശ നഷ്ടപ്പെടുവാൻ ഇടയാകാതെ അന്ത്യത്തോളം കർത്തസാമി വിശ്വസ്തനായിരുന്നുകൊണ്ട് താൻ കർത്താവ് വിളിച്ച സമയത്ത് ചെന്നു ചേരുവാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ നോക്കുകയും ചെയ്തു. അനേക കഷ്ടങ്ങളിൽ കടന്നു പോയെങ്കിലും ഒരുവനായി ദൈവത്തിൻ്റെ ഹൃദയം താനായിരിക്കാൻ ദൈവം തന്നെ ശക്തീകരിച്ചു. അതെല്ലാം ഉപരിയായി തന്നെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഈ വത്സരയ്ക്കുമെന്ന് എല്ലാവർക്കും ഹരിദ്രന്മാർക്കൊക്കെ ദൈവം ബുദ്ധനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. സമയങ്ങൾ ദീർഘിക്കുന്നില്ല. ഈ അവസരത്തിൽ കേൾക്കാൻ വലിയ കുടുംബത്തിൽപ്പെട്ടതായ എൻ്റെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും അമേരിക്കയിലെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ളതായ കേൾക്കാൻ വേണ്ടിയ കുടുംബത്തിലുള്ള എൻ്റെ സഹോദരന്മാരുടെ ദുഃഖം ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. സകല ബുദ്ധിയെയും കവിഞ്ഞ ജീവസമാധാനത്താൽ ഈ പെങ്ങളെയും അച്ഛനെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മുഴുവൻ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് വേറെ
പങ്കെടുത്തു. അവരൊക്കെ എടുത്തതാണ് ഇപ്പോൾ കയറി വന്ന് കണ്ടത്. അനുഗ്രഹിക്കപ്പെട്ട സന്നിധിയിലേക്ക് അത് ഞാൻ ഉറപ്പിക്കുന്നു. അതേ സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓടാനുവേണ്ടി മക്കൾ എത്തിയ ആ മകനെയും സർവശക്തൻ അവിടേക്ക് വിളിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭക്തനായ ഒരു ഭക്തൻ പറഞ്ഞത് നമ്മൾ പോയി പാർക്കുന്ന ആ പ്രതിരോധം 700 മില്യൺ ക്യൂബിക് മൈൽ വിസ്തൃതിയുള്ള മനോഹരമായ ഒരു നഗരമാണ്. അവിടെ സ്ഥലമില്ല എന്ന് പറയുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ദൈവത്തിൻ്റെ മഹിമയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ അവിടെ ഉണ്ട് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ വാത്സല്യ രാജകുമാരനും ഉണ്ട് എന്നോർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായി എല്ലാ കാര്യങ്ങളിലും ചെറുപ്പകാലം മുതൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാനും മറ്റ് പല നിലയിലും എനിക്ക് ബന്ധമുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ മകൻ എന്നുള്ള നിലയിൽ അതേ ഈ കുടുംബത്തിൽ പിറന്ന മകന് അതേ സ്തോത്രം ദൈവം തന്ന ദീർഘായുസ് തികച്ച് നിത്യതയുടെ തുറമുഖത്തേക്ക് കടന്നുപോയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് എൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനം ഞങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും എത്തുമ്പോൾ ഈ മോനെയും അവിടെ കാണാമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവനാമം മഹിമപ്പെടട്ടെ. ആമേൻ ആമേൻ. അതിൻ്റെ പിതാവ് നിങ്ങളുടെ 2 അമ്മാച്ചന്മാരുടെ വീട്ടിൽ അമ്മാച്ചനാണ്. ആ തലമുറയിലെയും ശേഷിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മാതാവ് മാത്രമാണ്. 97 വയസ്സായി പോലും കൃപയാൽ ദൈവത്തിലായിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതനായ ഒരു സത്യദാസന്റെ കൊച്ചു മകനായി ജന്മമെടുക്കുവാൻ ആ പാരമ്പര്യത്തിലും ആ പൈതൃകത്തിലും വളർന്നു വരുവാനും അതേ പ്രിയ രാജ്യത്തിന് ദൈവം സാവകാശവും അവസരങ്ങളെ കൊടുത്തു. അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഒരിക്കൽ ലോകം വിട്ട് നമ്മൾ യാത്ര പറയേണ്ടവരാണ്. നമ്മുടെ ഈ കഴിഞ്ഞ പ്രവാസി ജീവിതമാണ്. ഈ ആദ്യം ശ്രമിച്ചില്ല. എത്ര വലിയൊരു എത്ര ചെറിയൊന്നും ഈ ലോകത്തിന് മാറ്റപ്പെട്ടേ മതിയാവും. നീതിമാനായ യോബ് പറയുന്നുണ്ട്, സ്ത്രീയിൽ നിന്ന് പിറന്ന മനുഷ്യരൊക്കെയും സമ്പൂർണ്ണനും അൽപായുസുള്ളവരുമാണ്. ആ വലിയ അൽപായുസ് ഈ ലോകത്തിൽ കഴിഞ്ഞതിന് ശേഷം കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ള പരമീശ്വരയിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. ആകെയാൽ ആ പ്രത്യാശയോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അനേക അവസരങ്ങളിൽ ഈ വാത്സല്യ ഭാഗത്തിൽ കടന്നു വരുവാനും അവരോടൊപ്പം പ്രാർത്ഥിക്കാനും കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും പ്രിയ സഹോദരിയുടെ ശുശ്രൂഷകളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സാവകാശം തന്നു. ദൈവമല്ലാതെ മറ്റേ ആർക്കും സാധ്യമല്ല. അത്ര ക്ഷമയോടുകൂടി പ്രിയദാസിയിൽ തൻ്റെ പാർട്ണറെ ശുശ്രൂഷിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിക്കുന്നില്ല. ഈ കേരളത്തിനും പുറത്തും
ഇന്ത്യക്ക് പുറത്തുള്ള അനേക ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട അനേകർ അവരുടെ ദുഃഖം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പലർക്കും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വരുവാൻ സാധ്യമല്ലല്ലോ. ആകയാൽ അവരുടെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അപ്രകാരം എല്ലാവരുടെയും പേര് പറയുവാനായിട്ടുള്ള സാവകാശം നമുക്കില്ലല്ലോ. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അനുശോചനം അറിയിച്ചിട്ടുള്ള എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ ഞങ്ങളുടെ അനുശോചനം ഇപ്പോൾ അറിയിക്കുന്നു. ഈ ഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനായി കർത്തൃദാസന്മാരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ അകലം പാലിച്ച് നിൽക്കണം. ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണം നമ്മുടെ നടുവിലുണ്ട്. നമുക്കതിനെ തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം വളരെ ശ്രദ്ധിക്കുക. അടുത്ത മനസ്സിലാണ് അകലം പാലിച്ചിരിക്കാനായിട്ട് സഹായിക്കട്ടെ. തുടർന്ന് ഇളക്കലാണ് ഭക്ഷണം പ്രദാനം ചെയ്യുന്നുണ്ട്. സ്നേഹബന്ധം പുലർത്താനും അവസരം വന്നു. ഇന്നത്തെ ഞങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയും ദൈവനാമ നോക്കത്തിനായിട്ട് അതുപോലെ രാജ്യത്തിൻ്റെ ആയിരിക്കുന്നത് മോള് ഇതിൻ്റെ രീതി എല്ലാവരെയും മെച്ചപ്പെടുത്തുന്നു. ജോനാണ് എല്ലാവരെയും ദൈവം ആശ്വസിപ്പിച്ചിട്ട് മുളകച്ചവരുടെ നാമത്തിൽ എല്ലാ അനുഭവത്തിനും അറിയിക്കുന്നുണ്ട്. അവരുടെ നാമത്തിലും ഈ ഭവനത്തെ പ്രദാനം ചെയ്ത സന്തോഷ് പള്ളിക്കാർ അദ്ദേഹത്തിൻ്റെ പേര് വാഴ്ത്തപ്പെടുന്നതായിട്ട് ഞാൻ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട പാണ്ടനാട്ടിൽ നിൽക്കുന്നത് ഇവിടുത്തെ അമ്മച്ചിയുടെ ജ്യേഷ്ഠ സഹോദരി എൻ്റെ വല്യമ്മച്ചിയാണ്. അങ്ങനെയാണ് എനിക്ക് ഈ കുടുംബവുമായിട്ട് ബന്ധം. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥലം പള്ളിപ്പോരാണെങ്കിലും എൻ്റെ വല്യമ്മച്ചിയുമായി ചേർന്ന് പാണ്ടനാട് അവിടെ ആയിരിക്കുമ്പോൾ രാജ്ലാൻ പലപ്പോഴും കൂടെ വരികയും അങ്ങനെ കൊച്ചിലെ തന്നെ രാജ്ലാനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ രാജ്ലാനെ ചോദിക്കുമ്പോൾ വളരെ സ്നേഹമുള്ള ഒരു അച്ഛനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് സ്വന്തക്കാർ അല്ലെങ്കിൽ എൻ്റെ മാതാവും രാജ്ലാനും മസിൽസാണ്. ജപ്പത്തിയുടെ അനിയത്തിയുടെ മസിലാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഇന്നത്തെ കേൾക്കുമ്പോൾ രാജ്ലാൻ വളരെ സ്നേഹമാണ്, രാജ്ലാൻ വളരെ കരുതലാണ്. ആ നിലയിൽ
പല പ്രാവശ്യം ഈ ഭവനത്തിൽ വന്ന് പ്രിയപ്പെട്ടവരുമായിട്ട് കൂട്ടായ്മ അനുഭവിക്കുവാനും അതുപോലെ പ്രിയരാഴ്ചാനും കാണുവാനും ഒക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എനിക്കൊരു വലിയൊരു ടെസ്റ്റ് ഉണ്ടായ സമയത്ത് പ്രിയരാഴ്ചാനാണ് എന്നെ കൊണ്ടുപോവുകയും ആ നിലയിൽ വേണ്ട സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. പ്രിയരാഴ്ചാൻ്റെ സ്നേഹം ഒരിക്കലും മറക്കാത്ത സ്നേഹമാണ്, മറക്കാൻ കഴിയാത്ത അത്രമാത്രം സ്വന്തക്കാരെ വളരെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഓർക്കാൻ കഴിയുന്നു. ഞാൻ മണക്കൊണ്ടത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പ്രത്യേകിച്ച് എൻ്റെ അമ്മാച്ചന്മാരൊക്കെ അമേരിക്കയിലാണ്. അതുപോലെ എൻ്റെ മാതാവ് നാട്ടിലുണ്ടെങ്കിലും കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. അവിടെയെല്ലാം ദുഃഖവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിന് നിർത്തുന്നു. ദൈവം തൻ്റെ വചനത്തിൽ കൂടെയുള്ള ആശ്വാസങ്ങളാൽ ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ, ഒരു ദിവസത്തിൽ വേണ്ട അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിന് നിർത്തുന്നു. ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുന്നതാണ്. നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിമിതമായ സമയമാണ് ഈ ഭവനത്തിലുള്ളത്. ആയതുകൊണ്ട് ഒട്ടും തന്നെ സമയം ലഭിക്കാതെ ഈ ഭവനത്തിൽ തുറന്നുള്ള ശുശ്രൂഷകൾ സഭയുടെ ചെമ്മന്നൂർ ബിഷപ്പിൻ്റെ ചെമ്മന്നൂർ കർത്താവിദാസ് പ്രിയ ജോർജ് അവർക്കുകളാണ് നിർവഹിക്കുന്നത്. തുറന്നുള്ള സമയം കർത്താവിദാസ് ആയുഷ്കാലത്തിനന്തം ചേർന്നാർത്തി പൂണ്ട നേരം സ്വർഗ ചിന്ത മാത്രമേ ഏകാമെൽ നാശ്രയാമേ താൻ മാത്രം ആ നേരത്തും എന്നെ ആഴം കടത്തും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ എം എ തോമസ് കുട്ടി അവറുകൾ, അടൂർ ഡിസ്ട്രിക്റ്റിന്റെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺസൺ ദാനിയേൽ അവറുകൾ തുടങ്ങി നിരവധി ദൈവദാസന്മാർ ഈ ശുശ്രൂഷയിൽ വന്ന് കടന്നുപോയവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മെ വിട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ എൻ്റെ കൂട്ടുപ്രവർത്തകനായ രാജു, ഞങ്ങൾ ഒരുമിച്ച് ചില വർഷങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവ അവസരങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ ഒരു സഹപാഠി കൂടിയായിരുന്നു പ്രിയ രാജു. തൻ്റെ ദൈവം തനിക്ക് കൊടുത്ത ആ ദർശനം, ദൈവവചനത്തിൽ കൂടിയുള്ള തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ കാഴ്ചപ്പാടൊക്കെ വളരെ മനോഹരമാണ്. മണക്കര സഭയുടെ സെക്രട്ടറി അതേ ബദർ ജോൺ ബനിയൻ അവர்கள் ഓർപ്പിച്ചതുപോലെ താന് ദൈവവചനത്തിൽ ഗ്രാഹ്യമുള്ള ഒരു ദൈവമകനായിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് ഇച്ഛിച്ച, കർത്താവ് പണിത തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പ്രിയപ്പെട്ടവനെ കർത്താവ് ചേർത്തു. ചോദ്യം ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ മേൽ പരമാധികാരി നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മുടെ കർത്താവിൻ്റെ കരത്തിലെ പ്രവൃത്തി എന്തു തന്നെയായാലും നന്ദിയോടെ അതിന് സ്തോത്രം ചെയ്ത് അനുഭവിക്കുവാൻ മാത്രമേ നമുക്ക് അനുവാദമുള്ളൂ. പ്രിയ വത്സമ സിസ്റ്ററെ ദൈവം ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. ജൂബിനെ കൂടെ വിളിക്കാറുണ്ടായിരുന്നു. ജൂബിനും കെസിയായും ആയിരിക്കുന്നിടത്ത് ദൈവം അവരെ സമാധാനത്തോടെ നിറക്കട്ടെ. പ്രജസ്വിനെ ദൈവം പ്രത്യേകാൽ ബലപ്പെടുത്തട്ടെ. കുടുംബക്കാരായി ചാർച്ചക്കാരായി ഇരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയരെ, മരണം നിശ്ചയിക്കപ്പെടാത്തൊരു സമയത്തുണ്ടാകുന്ന ഒന്നാണ്. ഇന്ന് ഈ ഭവനത്തിലാണ് സംഭവിച്ചതെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലാണ്, അടുത്ത ദിവസം വേറൊരു വീട്ടിലാണ്. മരണത്തെ പടിയിറക്കി വിടുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ മരണത്തിനപ്പുറത്തുള്ള ഒരു പ്രത്യാശയാണ്, നിത്യതയാണ് ദൈവമക്കളുടെ ഭാവി പ്രത്യാശ. ആ നിത്യതയിലേക്കുള്ള യാത്രക്കാരാ ഞാനും നിങ്ങളും. ഇവിടെയുള്ള കോണുകളിലും അവിടെ ഇവിടെയും തങ്ങി നിൽക്കുവാനുള്ളവരല്ല നാം. അതുവിധം കണ്ടും കേട്ടും അതിനും മറുപടി പറഞ്ഞും നമ്മുടെ ആയുസ് പാഴാക്കുവാനുള്ളവരല്ല നാം. ഒരു നിത്യ വീട്ടിലേക്ക്
അതേ ഉള്ള യാത്രക്കാരാണ് ആ ബോധ്യം നമുക്കുണ്ടാകുന്നത്. പ്രിയരെ, ഇനി ഈ ഭൂമിയിൽ സംഭവിക്കുവാനുള്ള അതിമഹത്തായ കാര്യം ഒരു ജലപ്രളയമോ ഒരു ഭൂമി കുലുക്കമോ ഒരു ലോകമഹായുദ്ധമോ ആകണമെന്നില്ല. ഇനിയും ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന അതിമഹത്തായ കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനവും സഭയുടെ ഉൾപ്രാവണവും. ഈ രണ്ട് സംഭവങ്ങളാണ് അനന്തര ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന, ലോകം മൊത്തം ഞെട്ടുന്ന, അറിയുന്ന അതേ മഹാസംഭവം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനവും സഭയുടെ ഉൾപ്രാവണവും. രണ്ടും ഒരേ സെക്കൻഡിൽ നടക്കുന്ന, തുടർമാനമായി നടക്കുന്ന രണ്ട് അതിമഹത്തായ കാര്യങ്ങളാണ്. പല അർത്ഥങ്ങൾ ആ പുനരാഗമനത്തിനും ഉൾപ്രാവണത്തിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദൈവവചന ശുശ്രൂഷയ്ക്ക് ദീർഘസമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള അവസരമല്ലല്ലോ ഇത്. ഉൾപ്രാവണം എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട, വളരെ വിലപ്പെട്ട ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക, മാറ്റി പാർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഉൾപ്രാവണം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ ചില നാളുകൾക്ക് മുമ്പ് ഉണ്ടായതായ ജലപ്രളയത്തിൽ ആ അമ്പരചുംബികളായ വീടുകൾ പോലും, അതിനെ പോലും വെള്ളം മുക്കിക്കളഞ്ഞു. രക്ഷയ്ക്ക് വേണ്ടി അനേകർ നിലവിളിച്ചു. ബോട്ടുകളിലും വള്ളങ്ങളിലും അങ്ങനെയുള്ള വാഹനങ്ങളിലും പോയി ചെന്ന് അവരെ ബലത്തോടെ കൈപിടിച്ച് കയറ്റി അവരെ സുരക്ഷിതമായ ഒരു സ്കൂളിലോ കോളേജിലോ അങ്ങനെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലോ സുരക്ഷിത സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിച്ചത് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ പലരും അനുഭവിച്ചതല്ലേ. അങ്ങനെ ആമേൻ, സുരക്ഷിത മേഖലയിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ചു എന്നുള്ളതിന് അർത്ഥമാണ് ഉൾപ്രാവണമുള്ള പദത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം പാർക്കുന്ന ഈ ഭൂമി ഒരു സുരക്ഷിത മേഖലയല്ല. എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ പാർക്കുന്നത്. ഈ സമയം പോലും നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞവരാ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. എന്നാൽ ഇവിടെ ഒരു സുരക്ഷിത മേഖലയില്ല. നോഹയുടെ പെട്ടകത്ത് ദൈവത്തിന്റെ ആജ്ഞപ്രകാരം നോഹയെ ഉണ്ടാക്കി. അവനും തന്റെ കുടുംബക്കാരും അതിനകത്ത് പ്രവേശിച്ചു. അതേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സുരക്ഷിത മേഖലയാകുന്ന ഹരാരാത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുപോയി, ആ പെട്ടകം കൊണ്ടുപോയി ഉറപ്പിച്ചു. ഈ ഭൂമി ദുർഘട ഭൂമിയാണ്, തകിടം മറിയുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഭൂമി. ഒരു സുരക്ഷിത മേഖലയിലേക്കുള്ള യാത്രക്കാരാണ് ഞാനും നിങ്ങളും. അതിവിടെയില്ല, അത് നിത്യതയാണ്. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ പ്രിയ മകൻ രാജു ബദർ താൻ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെട്ടു. ആ നിത്യ സന്തോഷത്തിലേക്ക് താൻ ചേർക്കപ്പെട്ടു. ഇനി പ്രിയ രാജു ബദർ നമുക്ക് കൊടുക്കുവാനുള്ളത് വിശുദ്ധന്മാർക്ക് യോജിച്ച നിലയിലുള്ള ഒരു യാത്രയപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഇനിയും ശേഷിക്കുന്നത്. വാക്കും ഭാഷണവും കൂടാതെ ഈ ശരീരം നമ്മെ വിളിച്ചു പറയുന്നു, അനേകർ എന്നെ ശുശ്രൂഷിച്ചു, അനേകർ എന്നെ സ്നേഹിച്ചു, എന്നെ കരുതി, ഒക്കെ ചെയ്തു. ഇനി എനിക്ക് ആരുടെയും സ്നേഹം കൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ കരുതൽ കൊണ്ടോ ആവശ്യമായി വരുന്നില്ല. എന്നെ ശുശ്രൂഷിക്കുവാൻ, സ്നേഹിക്കുവാൻ അതേ കോടി കോടി ദൂതന്മാരുള്ള ആ നിത്യ സന്തോഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് വാക്കും ഭാഷണവും കൂടാതെ ഈ ശരീരം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ലാസറുടെ മരണത്തോടുള്ള ബന്ധത്തിൽ യേശു പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ലാസറിനെ ഉണർത്തുവാൻ പോകുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ മാത്രമേ ഉണർത്തുവാൻ പറ്റൂ, മരിച്ച ഒരുവനെ ഉണർത്തുവാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ആര് വിളിച്ചാലും പ്രിയ രാജു ബദർ എഴുന്നേൽക്കത്തില്ല. എന്നാൽ ഒരാൾ വിളിച്ചാൽ രാജു ബദർ എഴുന്നേൽക്കും. ഇവിടെ കയറി വരിക എന്നുള്ള ആ ശബ്ദത്തിന് മുൻപിൽ മുളക്കോട് സഭയുടെ അതേ സെമിത്തേറിയം വയലിലേക്ക് ചില മിനിറ്റുകൾക്ക് ശേഷം ഈ മൃതശരീരമാകുന്ന വിത്തിനെ കൊണ്ടുപോയി നമ്മൾ അവിടെ വിതയ്ക്കുവാൻ പോകുക. എന്നാൽ ഒരുപാട് നാള് ഈ വിത്തിന് അവിടെ ഒതുങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. കാഹളമൊരുക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുമെന്നുള്ള വചനപ്രകാരം ആ അടിസ്ഥാനത്തിൽ, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമെന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയ രാജു ബദർ തേജസ്സിന്റെ ശരീരത്തോടുകൂടെ ആ കുഴിമാടം ഭേദിച്ച് തന്റെ പ്രതിഫലം വാങ്ങുവാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശ, ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ട് നമ്മുടെ അരുമനാഥനെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരിക്കുവാൻ കഴിയുകയില്ല. കാരണം ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ആ കർത്താവിന്റെ കരങ്ങളിൽ ഈ ഭവനത്തെ നമുക്ക് ഏൽപ്പിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവകൃപാലുവാഹയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായ ഒരിക്കൽ കൂടെ അതേ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം, ഒരു നാൾ നശ്വര ലോകം വിട്ടു
വിട്ടു പിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നു നാം നേടിയതെന്നറിയും അങ്ങേ കരയിൽ നിന്നു നാം നേടിയതെന്നറിയും ലോകം വെറുത്തോർ വിലന വന്നാലറിയൂ ലോകം വെറുത്തോർ വിലനാം അന്നാലറിയൂ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല താൻ രുചിച്ചറിയേ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല താൻ രുചിച്ചറിയേ. ഇപ്പോൾ പ്രിയ മകൻ ജസ്വിൻ ചില വാക്കുകൾ പറയും. അതിനുശേഷം നമ്മുടെ ഈ ഭവനത്തിലെ പല പ്രിയപ്പെട്ടവരും ഈ ശുശ്രൂഷയെ വന്ന് സംബന്ധിക്കാൻ കഴിയാതെ വിവിധ രാജ്യങ്ങളായിരിക്കുന്നു. പ്രിയ വത്സമാമയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തിലെ മകൻ പ്രിയ തമ്പിച്ചായ രായിച്ചാൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിലെ മകൻ വിദേശത്താണ്. അദ്ദേഹം അവിടുന്ന് വീട്ടുകാരെ എൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഡിയർ ലവിംഗ് വത്സമ്മ, Jubin and Christian Jeshwin, we are deeply saddened by the loss of our cousin Brother Raju. He will be truly missed. I have so many sweet childhood memories which I will never forget. They are still in my heart and mind. They live on. He was so loving and a caring person. He can understand what you all are going through right now in this tough time of situation in your life. You are in our thoughts and prayers. We pray that Almighty God will grant you comfort and strength and peace during this sad time. Today is both sad day and happy day. Sad because Raju is departed from us, but happy because Raju has reached his final destination in life and is now united with our Lord and Savior Jesus Christ. He is in a better place where there is no sorrow, pain and tears. We have a great hope that soon we will meet him on that beautiful shore. Finally, to Valsama, Jubin and Kessia and Jesui, we would like to express our heartfelt condolence to you all. God be with you from Thambi and Melkutti, Joe and family, Justin and family, USA. അതുപോലെ ഈ ഭവനത്തിലെ പ്രിയ മൂത്ത മകൻ ജുബിന് എൻ്റെ വൈഫ് കെസിയ അവർ ബോംബെയിലാണ്. ഇത് കാരണവശാലും എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നു. ആ പ്രിയ കുഞ്ഞുങ്ങൾ ഈ ശുശ്രൂഷ ലൈവായിട്ട് പോകുന്നതും അവർ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവരെല്ലാ സമാധാനങ്ങളും ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിലെ ശുശ്രൂഷ ഭവനത്തിൽ ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് ഇളയ മകൻ ദേശിലേക്ക് അവസരം സഭയിലെ പാസ്റ്റർക്കും സഭാ വിശ്വാസികൾക്കും നാട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും ചാർച്ചക്കാർക്കും എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം, എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു. ജോൺസൺ ഡാനിയൽ അവർ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാൻ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ദോഷമൊന്നും ചെയ്യാത്ത ദൈവം, തെറ്റുകൾ ചെയ്യാത്ത ദൈവം, നീതിമാനായ ദൈവം അവിടുന്ന് മാത്രമായിരിക്കാൻ സ്തോത്രം. അങ്ങേ പോലൊരു നല്ല ദൈവം മറ്റാരുമില്ല കർത്താവേ. ഈ തോട്ടുങ്കര ഭവനത്തെ ഇത്രത്തോളം ദൈവം സ്നേഹിച്ചു, മാനിച്ചു, ആദരിച്ചു. ദൈവസഭയ്ക്ക് ഏറ്റവും പ്രിയരും കർത്താവെ പ്രയോജനമുള്ളവരുമാക്കി നീ നിർത്തിയതിനായിട്ട് സ്തോത്രം. തലമുറയായി ദൈവത്തെ സേവിക്കുവാൻ ഈ ഭവനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയനായിരുന്ന വാത്സല്യ രായിച്ചാനെ അങ്ങയുടെ സമയമായപ്പോൾ നിന്റെ സന്നിധിയിൽ വിളിച്ചു ചേർക്കുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നിയതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു, കർത്താവിനെ സ്നേഹിച്ചു,
നിന്റെ ശുശ്രൂഷയിൽ ആവോളം അധ്വാനിപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മരണം ദൈവം ഒരിക്കൽ ഒരുക്കിയിരിക്കുന്നതായിരിക്കാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ സമയത്ത് കർത്താവേ നിന്റെ ദാസനെ ചേർത്തുകൊണ്ടല്ലോ. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായ ക്ലേശം അനുഭവിച്ചപ്പോൾ നന്നായി അതിശ്രേഷ്ഠകരമായി ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ ദാസിക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം കൃപ കൊടുത്തതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ പിതാവ് താൽക്കാലികമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും ഒരു നിത്യപിതാവ്, ഒരു സത്യപിതാവ് ഹല്ലേലൂയ ഇന്നും അവർക്ക് വേണ്ടി ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ അനാഥർക്ക് പിതാവും വിധവന്മാർക്ക് ന്യായപാലകനുമായിരിക്കാൻ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സായിച്ചാന് കൂട്ടായ്മ കൊടുത്ത ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം, ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ കഴിയുന്ന ആളുകളൊക്കെ ഞങ്ങൾക്കായി ഉൾവാസികളായി ജീവിക്കുവാൻ, നല്ല ബന്ധം ഹല്ലേലൂയ പുലർത്തുവാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം നിശ്ചയിച്ചതായിരിക്കാൻ മനുഷ്യരായ ഞങ്ങൾക്ക് മാറ്റിവെക്കുവാൻ കഴിയില്ലല്ലോ കർത്താവേ. മരണത്തെയും പാപത്തെയും ജയിച്ച യേശു കർത്താവ് നിമിത്തം ഈ നിന്റെ മകന് നിത്യജീവൻ നൽകിയതിനായിട്ട് സ്തോത്രം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഞങ്ങളുടെ രാജ്യത്തിന്റെയും മർത്യ ശരീരത്തെയും ഉയർപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ആ പ്രത്യാശ തന്നതിനായിട്ട് സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുന്നുള്ള വചനപ്രകാരം നിന്റെ വചനത്താലുള്ള ആശ്വാസം ഞങ്ങൾ പ്രാപിക്കുന്ന കർത്താവേ. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കുമെന്ന് ഹല്ലേലൂയ വലിയ പ്രഖ്യാപനം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെയും ഈ മൃതദേഹം എഴുന്നേൽക്കുമെന്ന് ദൈവം തരുന്ന പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ തേജസ്സേറിയ ശരീരത്തിൽ നിന്റെ ദാസനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ താൽക്കാലികമായി ഞങ്ങൾ വിട പറയുന്നത് കർത്താവേ. നിന്റെ ദിവ്യ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിന്റെ അഭിഷക്തന്മാർക്കായിട്ട് സ്തോത്രം. ശ്മശാനത്തിൽ നടക്കേണ്ട ശുശ്രൂഷയും വളരെ മനോഹരമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കാലാവസ്ഥ നമുക്ക് ഇത്രത്തോളം അനുകൂലമാക്കി തന്നതിനായിട്ട് സ്തോത്രം. കടന്നു വന്ന് ഹല്ലേലൂയ ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് എപ്പോൾ ചോദിച്ചാലും അത് ഏൽപ്പിച്ചു തരുവാൻ തയ്യാറുള്ളവരായിരിക്കാൻ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ, നിത്യതയ്ക്കായി കാത്തിരും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ ഭവനത്തെയും ഈ ഭവനാംഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ ദിവ്യ സമാധാനം ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങൾക്ക് വേണ്ടി നിത്യഭവനം ഒരുക്കിയിരിക്കുന്ന കർത്താവേ, ആ ഭവനത്തിൽ ഹല്ലേലൂയ നിന്റെ ദാസനെ ചേർത്തുകൊണ്ടല്ലോ താൽക്കാലിക ഭവനത്തിൽ നിന്ന് ആ കുഴിമാടത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ കൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേൽ പകർന്നാട്ട് യേശുവിന്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ പരിശുദ്ധ പിതാവേ. ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ സമാപിക്കുകയാണ്. പകുതി ശരീരം കാണുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതിനുള്ള അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ സെഞ്ചുറി ഹോസ്പിറ്റലിനടുത്താണ് സെമിത്തേരി. അവിടേക്ക് പരിമിതമായ ആൾക്കാർ മാത്രമേ ഗവൺമെൻറ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൂ. 20 പേര് കൂടാതെ ഭവനാംഗങ്ങൾ തന്നെ അത്രത്തോളം കാണുമല്ലോ. അതുകൊണ്ട് കാര്യങ്ങളിൽ സഹകരിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ആശ്വാസമേ എനിക്കറത്തിങ്ങി തൊന്നു കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേ എനിക്കറത്തിങ്ങിടുന്നു കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറി ഡോമന്റെ ചാകൻ സൻ കോട്ടരെ കാണുന്നല്ലോ സ്നേഹമേറി ഡോമൻ രക്ഷാകൻ സൻ കോട്ടരെ കാണും നല്ലോ ആമോദത്താ നീങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും
നിന്നോ സ്തുതി ചെയ്തിടുന്നു തങ്ക തിരുമുഖം കാൺമാൻ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ ഒഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു